ഇറാനെ ശിലായുഗത്തിലെ ഒരു രാജ്യം പോലെ ആക്കി കളഞ്ഞു എന്നാണ് ഇന്ന് വെളുപ്പിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കക്കാരോട് പറഞ്ഞത്. യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഫലമുണ്ടായി. ഇറാൻ തകർത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പിന്നാലെ ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടു എന്ന വാർത്ത വരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ കൂടുതൽ മിസൈൽ ആക്രമണം നടത്തി. മാത്രമല്ല ഗൾഫ് നാടുകളിലും ഇന്ന് വെളുപ്പിന് ഇറാൻ്റെ ആക്രമണമുണ്ടായി. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രക്ഷേപണത്തിന് മുമ്പാണ്. എന്തായാലും ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്ക് എന്ന വിനയ് ഉണ്ണി ചേരുകയാണ്. വിനയ് ഉണ്ണി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ഈ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ചർച്ചകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇറാനെ തകർക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാനെ തകർത്തു കഴിഞ്ഞു, അവരുടെ സൈനിക ശേഷി നാമാവശേഷമാക്കി, ഇറാൻ്റെ നാവികസേന അവസാനിപ്പിച്ചു, വ്യോമസേന അവസാനിപ്പിച്ചു. അവർക്ക് ഇനി വളരെ കുറച്ച് സൈനിക ശക്തി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യവും ഇപ്പോൾ ട്രംപ് പറയുന്നു. ഒരു തരത്തിലും ഇറാനെ ഇനി തിരിച്ചടിക്കാൻ അനുവദിക്കില്ല. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറാണെന്നുള്ള കാര്യവും ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രംപ് ഈ അഭിസംബോധന നടത്തിയത്. എന്തായാലും അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ചർച്ചയല്ല, തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇറാനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. ആണവായുധം നിർമ്മിക്കുന്ന ഒരു പടിവാതിൽക്കൽ വരെ ഇറാൻ എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കടുത്ത ആക്രമണം നടത്തിയതെന്നും ഇപ്പോൾ ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. അവരുടെ ഭരണാധികാരികളെ ഇല്ലാതാക്കി മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നും ട്രംപ് പറയുന്നു. ഈ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. വലിയ ഒരു മിസൈൽ ആക്രമണമാണ് നടന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തായാലും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് ട്രംപ് ഈ സമയത്ത് നന്ദി അറിയിക്കുന്നുണ്ട്. പ്രധാനമായും UAE, ഇസ്രായേൽ, ഖത്തർ, സൗദി, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് നന്ദി. ആ രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇനി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട്. മറ്റ് ഒരു കാര്യം പറഞ്ഞത് നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെയാണ്. നാറ്റോ സഖ്യ രാജ്യങ്ങളെ കടുത്ത വിമർശനമാണെന്ന് ട്രംപ് നടത്തിയത്. അവർക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും നാറ്റോ സഖ്യരാജ്യങ്ങൾ തങ്ങളോട് കൂട്ടുചേർന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഹോർമുസ് കടലെടുക്കേണ്ട കാര്യം നിങ്ങൾ നോക്കിക്കോളൂ എന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ ഹോർമുസ് കടലേക്ക് തുറക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് എണ്ണ വാങ്ങിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുള്ള ഒരു കാര്യത്തിലും അമേരിക്ക ഇടപെടുന്നില്ല. അമേരിക്കയ്ക്ക് ആവോളം വേണ്ട എണ്ണ ശേഖരമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എടുത്തു പറഞ്ഞത് വെനസ്വേലയിൽ നടത്തിയ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വെനസ്വേല ഇപ്പോൾ അമേരിക്കൻ പക്ഷത്താണ്. അവിടുന്ന് ധാരാളം എണ്ണ ശേഖരം അമേരിക്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ ശേഖരം അമേരിക്ക ആവശ്യമില്ല, വെനസ്വേലയുണ്ട്. അതുകൊണ്ട് നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഹോർമുസ് തുറക്കുകയോ അവിടുന്ന് എണ്ണ ശേഖരം എടുക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്നുള്ള കാര്യവും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല. നേരത്തെ ഇസ്ലാമാബാദിൽ വെച്ച് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ചർച്ചകൾക്ക് ഇനി ഇല്ല. 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ജനതയോടും പറയുന്നത് ഇപ്പോഴുള്ള ഈ വിലക്കയറ്റം ഒന്നും പേടിക്കേണ്ടതില്ല, അത് താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും, അമേരിക്കൻ ജനതയ്ക്കുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും ഇപ്പോൾ ട്രംപ് പറയുന്നു. ഓക്കെ, വിനയ് ഉണ്ണിയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു വിനയ് ഉണ്ണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.